സ്മരണാർത്ഥം കെട്ടിയാടപ്പെടുന്ന തെയ്യക്കോലമാണ് ഇതെങ്കിലും ആറ്റവും തോറ്റവുമെല്ലാം ഭദ്രകാളി സങ്കല്പത്തിലാണുള്ളത്. തെക്കൻ കൊല്ലം ഏന്താൻ കോനാൻ തളിപ്പുറത്ത് വൈശ്രമാണിക്കപ്പട്ടണം കണ്ട് ഊടപ്പുഴയിൽ നീരാടി ചൊവ്വയിൽ പാലം കടന്ന് സോമേശ്വരി അമ്മയെ കൈതൊഴുത് നായനാർ കളരിയിൽ ഭഗവതിയെ കൈതൊഴുത് മൂന്നാം പാലം കടന്നു കയറി വളപട്ടണത്തു നഗരം കഴിഞ്ഞ് പൊടിയൻകല്ലാലെ ഇരുന്നമർന്നു പള്ളിച്ചങ്ങാടം കരകയറി കാക്കാത്തോട് കരിക്കട്ടനമ്പലം തണലിരുന്നു കാക്കാത്തോട്ടിൽ കീഞ്ഞ് തീതണിച്ചു ഏകരാജ്യം വാഴുന്ന നാടുവാണുടയവരുടെ അരീരിക്ക സ്ഥാനം മുൻപായി കൈയെടുത്ത് പടിഞ്ഞാറ്റകത്ത് കുട്ടവും കുരിപ്പും കൊടുത്ത് വടക്കിനകത്ത് അപ്പവും മുറവും കൊടുത്ത് നിദ്രയിൽ സ്വപ്നം കാണിച്ചു 34 ഒരു വികരിക്കണ്ടം ചാലിൽ ഭഗവതി എന്ന് പേരുനാമം കൊണ്ടു എന്നതിനെ കൊണ്ടും മതിപോരാ എന്നവസ്ഥ കരുതി പടിഞ്ഞാർക്കൊള്ള ദിക്ക് തിരിഞ്ഞു അംഗക്കളരിയാലെ ഇരുന്നമർന്നു 4 ദേവസ്വവും കണ്ടുകൊണ്ട് പടിഞ്ഞാർക്കൊള്ള ദിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മുല്ലപ്പള്ളി അഹമ്മടിയുടെ വീട് പൊക്ക് അഹമ്മടിയുമായി വായും മനസ്സും ചേർന്നു അഹമ്മടി തന്നെ 3 അംശത്തോടെ എന്റെ കോലത്തൂർ വയലുവിരുത്തിപ്പാട് മുമ്പായി കൈയെടുത്തു ഞാനും എന്റെ ഐക്കലഞ്ചുവാരിയിലും ആയതുപ്രകാരം നേരെ വടക്കുകൊള്ള ദിക്കു തിരിഞ്ഞു അഗ്രീശാല ഭഗവതിയെ കൈതൊഴുതു വിലങ്ങിയ പുഴയാലെ കടക്ക വന്നു ഈ സ്ഥലം മുൻപായി ശേഷിപ്പെട്ടു എന്ന് ഈ ഭഗവതിയുടെ ഉൽപ്പത്തി ചരിത്ര ചൊല്ലി. കണ്ണീരാശുമായിട്ട് കറുത്ത പുറച്ച കളിയാവള്ളി സ്ഥാനഭംഗം കൊണ്ടും തറവാട്ട് പാരമ്പര്യം കൊണ്ടും പൂർവ്വന്മാരെ കൊണ്ടും കൂടിയിരിക്കുന്ന വലിപ്പം കൊണ്ടും അനുഷ്ഠിച്ചിരിക്കുന്ന ദേവഹിതം പോലെ എന്റെ കർമ്മങ്ങളൊക്കെ വീട്ടിൽ ദിവസം അനുഷ്ഠിച്ചുവല്ലോ നീ എന്റെ കർമ്മത്തിൽ പിഴച്ചിട്ടില്ലല്ലോ അതിന്റെ പാലിച്ചെടുക്കുന്നിരിക്കുന്ന ഉത്തരവായിരിക്കുന്ന വിശ്വാസത്തിനകത്ത് കുറ്റം ചെയ്തിരിക്കുന്ന കാലത്ത് ഉപചരിക വന്നു ഇത്ര മസാരമായിട്ടുള്ള അനുഭവം പോലെ ഞാനും അവിടെ സ്ഥായി ഭാവത്തിലുണ്ടല്ലോ.